ഹരി ഓം. ദശകം 35, ശ്ലോകം 9. വാൽമീകേ തുൽസുതോദ്ഗാപിതമധുരഹൃദേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തുകാമേ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർദ്ധിതോ ഭൂഃ ഹേതോ സൗമിത്രിഘാതി സ്വയമധസരയൂമഗ്നനിശേഷഭൃത്യൈഃ സാകം നാകം പ്രയാദോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. പദച്ഛേദം നോക്കാം. വാൽമീകേഹേ ത്വത് സുത ഉദ്ഗാപിത മധുരകൃതേഹേ ആജ്ഞയാ യജ്ഞവാടേ. വാൽമീകേ ത്വത്സുതോദ്ഗാപിതമധുരഹൃദേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയി ആപ്തുകാമേ ക്ഷിതിം അവിശദ് അസൗ ത്വം ച കാല അർദ്ധിതഃ അഭൂഃ. സീതാം ത്വയ്യാപ്തുകാമേ ക്ഷിതിം അവിശദ് അസൗ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർദ്ധിതോ ഭൂഃ. ഹേതോഃ സൗമിത്രി ഖാദീ സ്വയം അധ സരയൂമഗ്ന നിശേഷഭൃത്യൈഃ. ഹേതോ സൗമിത്രിഖാദീ സ്വയമധ സരയൂമഗ്ന നിശേഷഭൃത്യൈഃ സാകം നാകം പ്രയാതഃ നിജപദം അഗമഃ ദേവ വൈകുണ്ഠം ആദ്യം. സാകം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. വാൽമീകേ തുൽസുതോദ്ഗാപിതമധുരഹൃദേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തുകാമേ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർദ്ധിതോ ഭൂഃ. ഹേതോ സൗമിത്രിഘാദീ സ്വയമധസരയൂമഗ്നനിശേഷഭൃത്യൈഃ സാകം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. ദശകം 35 ശ്ലോകം 9 അന്വയവും അർത്ഥവും നോക്കാം. ഈ ശ്ലോകത്തിൽ സീതയുടെ ഭൂമി പ്രവേശവും ശ്രീരാമൻ്റെ വൈകുണ്ഠപ്രാപ്തിയുമാണ് സംഗ്രഹിച്ചു പറയുന്നത്. യജ്ഞവാടേ ത്വത്സുതോദ്ഗാപിതമധുരകൃതേഃ വാൽമീകേഃ ആജ്ഞയാ. യജ്ഞവാടേ യജ്ഞശാലയിൽ വെച്ച് ത്വത്സുതോദ്ഗാപിതമധുരകൃതേഃ നിന്തിരുവടിയുടെ പുത്രന്മാരായ ലവകുശന്മാരെ കൊണ്ട് രാമായണമെന്ന തൻ്റെ കാവ്യം ഗാനം ചെയ്യിച്ച വാൽമീകേഃ ആജ്ഞയ വാൽമീകി മഹർഷിയുടെ നിയോഗമനുസരിച്ച് യജ്ഞവാടേ ത്വത്സുതോദ്ഗാപിത മധുരഹൃതേഃ വാൽമീകേഃ ആജ്ഞയ യാഗശാലയിൽ വെച്ച് നിന്തിരുവടിയുടെ പുത്രന്മാരായ ലവകുശന്മാരെ കൊണ്ട് രാമായണമെന്ന തൻ്റെ കാവ്യം ഗാനം ചെയ്യിച്ച വാൽമീകി മഹർഷിയുടെ നിയോഗമനുസരിച്ച് ത്വയി സീതാം ആപ്തുകാമേ. ത്വയി നിന്തിരുവടി സീതയെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അസൗ ക്ഷിതിം അവിശദ് അസൗ ആ സീതാദേവി ഭൂമിക്കുള്ളിൽ പ്രവേശിച്ചു. ത്വം ച കാലാർദ്ധിതഃ അഭൂഃ നിന്തിരുവടിയെയും കാലദേവൻ വന്ന് സ്വർഗാരോഹണത്തിന് കാലമായി എന്ന് അറിയിച്ചു. ഇതാണ് ത്വം ച കാലാർദ്ധിതഃ അഭൂഃ. അധ ദേവ ത്വം ഹേതോഃ സൗമിത്രിഘാദീ. അധ അനന്തരം ദേവ അല്ലയോ ഭഗവാനെ, അനന്തരം അല്ലയോ ഭഗവാനെ, നിന്തിരുവടി കാരണവശാൽ ലക്ഷ്മണവധവും നടത്തി. അധ ദേവ ത്വം ഹേതോഃ സൗമിത്രിഘാതീഃ. അനന്തരം അതിനുശേഷം അല്ലയോ ഭഗവാനെ, നിന്തിരുവടി കാരണവശാൽ ലക്ഷ്മണവധവും നടത്തി. സ്വയം
സരയൂമഗ്നനിശേഷഭൃത്യൈഃ സാകം നാകം പ്രയാതഃ. സ്വയം താനും സരയൂ നദിയിൽ മുങ്ങിയ സകല ഭൃത്യജനങ്ങളോടും കൂടി സ്വർഗത്തിൽ ചെന്ന്, അതാണ് സ്വയം സരയൂമഗ്നനിശേഷഭൃത്യൈഃ സാകം നാകം പ്രയാതഃ. ആദ്യം നിജപദം വൈകുണ്ഠം അഗമഃ. ആദ്യത്തെ സ്വന്തം സ്ഥാനമായ വൈകുണ്ഠലോകം പ്രാപിച്ചു. ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ യജ്ഞവാടത്തിൽ വെച്ച് അങ്ങയുടെ പുത്രന്മാർ വാൽമീകിയാൽ വിരചിതമായ ആ മനോഹരമായ കാവ്യം ആലപിച്ചു. അത് കഴിഞ്ഞ് രാമായണ കഥ കേട്ട നിന്തിരുവടി വാൽമീകിയുടെ ആജ്ഞപ്രകാരം സീതയെ വീണ്ടും സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ദേവിയാകട്ടെ ഭൂമിമാതാവിൻ്റെ മടിത്തട്ടിലിരുന്ന് ഈ ലോകത്തു നിന്നും അപ്രത്യക്ഷയായിയല്ലോ. കാലദേവൻ്റെ അപേക്ഷയനുസരിച്ച് ലക്ഷ്മണനെ ഉപേക്ഷിക്കുകയും അതിനുശേഷം തൻ്റെ ഭക്തരായ എല്ലാവരോടും കൂടി സരയൂ നദിയിൽ മുങ്ങി ഭവാൻ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുകയും ചെയ്തുവല്ലോ. ഇപ്പോൾ ഈ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്നാണ് അശ്വമേധയാഗം നടത്താറുള്ളത്. അപ്പോൾ ഈ സീതാദേവി തൻ്റെ കൂടെ ഇല്ലാത്തതിനാൽ ശ്രീരാമൻ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള ഒരു സീതാ വിഗ്രഹം തൻ്റെ ഇടതുവശത്ത് സ്ഥാപിച്ചു കൊണ്ടിട്ടാണ് യാഗം നടത്തിയത്. അപ്പോൾ അപ്രകാരം അശ്വമേധയാഗം നടത്തിക്കൊണ്ടിരിക്കെയാണ് വാൽമീകി മുനിയുടെ ശിഷ്യന്മാരായിട്ടുള്ള ലവകുശന്മാർ മുനി നിർമ്മിച്ച ആ മനോജ്ഞമായിട്ടുള്ള കാവ്യം പാടുന്നതും ശ്രീരാമനത് കേൾക്കാനിട വരുന്നതും. അപ്പോൾ തൻ്റെ പുത്രന്മാരെ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ മക്കളെ തിരിച്ചറിഞ്ഞ ശ്രീരാമൻ മുനിയുടെ ആ നിയോഗമനുസരിച്ച് സീതാദേവിയെ പഴയതുപോലെ തന്നെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായി. പക്ഷേ ആ വാൽമീകിയുടെ കൂടെ അയോധ്യയിലെത്തിയ സീത ഈ ബാക്കി ജനങ്ങളുടെ സമക്ഷം വീണ്ടും ഒരു സത്യവാചകത്തിലൂടെ പരിശുദ്ധി തെളിയിക്കുവാനായിട്ട് നിർബന്ധിതയായി. അപ്പോൾ ഇത്രമാത്രം സംശയാലുവായിട്ടുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തെക്കാളും മരണമാണ് നല്ലതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭർത്താവ് ഒഴിച്ച് മറ്റൊരു പുരുഷനെയും ഞാൻ ഇന്നോളം ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്നെ അനുഗ്രഹിക്കണമേ അമ്മേ എന്ന് പറയുകയാണ് ചെയ്യുന്നത് സീതാദേവി. അങ്ങനെ പറയുകയും അമ്മയായിട്ടുള്ള ഭൂമിദേവി രത്നസിംഹാസനത്തിലിരുത്തി സീതാദേവിയെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെന്നാണ് കഥ. അപ്പോൾ അവതാരോദ്ദേശം സാധിച്ചു കഴിഞ്ഞ ദേവിയുടെ ആ അന്തർധാനത്തിന് ശേഷം ഒരു ദിവസം ശ്രീരാമന് സ്വർഗാരോഹണ സമയമായിരിക്കുന്നു എന്ന് പറയാനായിട്ട് യമധർമ്മ രാജാവ് അയോധ്യാപുരിയിലെത്തി. അപ്പോൾ ആ യമധർമ്മ രാജാവിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സംസാരിച്ചു കൊണ്ട് ഇരിക്കെ ആരെങ്കിലും അവിടെ ആ സമീപത്ത് വരികയോ ആ മുറിയിൽ കയറുകയോ അവിടോട്ട് വരികയോ എന്തെങ്കിലും ചെയ്താൽ അവനെ വധിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യണം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. അതാണ് ശ്രീരാമനോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ക്ഷിപ്രകോപിയായിട്ടുള്ള ദുർവാസാവിൻ്റെ വരവുണ്ടായി. അപ്പോൾ അങ്ങനെ അവിടേക്ക് വന്നപ്പോഴത്തേനും ആ വിവരം ശ്രീരാമനെയും യമധർമ്മ രാജാവിനെയും അറിയിക്കണമല്ലോ. അപ്പോൾ ആ ദുർവാസാവിൻ്റെ ആ ആഗമനം അത് പറയാൻ വേണ്ടിയിട്ട്, രാമനോട് പറയാൻ വേണ്ടിയിട്ട് അവിടെ ആര് കടന്നു ചെന്നു? ലക്ഷ്മണൻ കടന്നു ചെന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഒന്നിയിൽ അവരെ ഉപേക്ഷിക്കണം അല്ലെ വധിക്കണമെന്നായിരുന്നല്ലോ കണ്ടീഷൻ. അങ്ങനെ ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ലക്ഷ്മണൻ സരയൂ നദീ തീരത്ത് യോഗസമാധിയിലിരുന്ന് ദേഹപരിത്യാഗം ചെയ്തു. വധവും പരിത്യാഗവും തുല്യമെന്ന ആ ശാസ്ത്രവചനമനുസരിച്ച് ശ്രീരാമൻ ലക്ഷ്മണനെയും ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ലക്ഷ്മണൻ നേരെ ആ പരിത്യാഗ രൂപമായിട്ടുള്ള ആ വധമാണ് ശ്രീരാമൻ ചെയ്തത്. അങ്ങനെ ലക്ഷ്മണൻ ഉടനെ സ്വയം സ്വർഗാരോഹണം ചെയ്തു. ഒടുവിൽ ശ്രീരാമനും സകല ഭൃത്യന്മാരോടും കൂടി
സരയൂ നദിയിൽ മുങ്ങി സ്വർഗാരോഹണം ചെയ്ത് വൈകുണ്ഠപദത്തിലെത്തുകയും ചെയ്തു എന്നാണ് കഥ. വാൽമീകി തുൽസുതോദ്ഗാപിതമധുരഹൃദയാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തുകാമേ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർദ്ധിതോ ഭൂവോ ഹേതോ സൗമിത്രിഘാദി സ്വയമധ സരയൂമഗ്ന നിശേഷഭൃത്യൈഃ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം.